ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം 2025 അക്കാദമിക് ഇയറിലേക്ക് കേരളത്തിൽ എഞ്ചിനീയറിംഗ് നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. കേരളത്തിൽ സാധാരണഗതിക്ക് എഞ്ചിനീയറിംഗിൻ്റെ അഡ്മിഷൻ നടക്കുന്നത് കീമിൻ്റെ എൻട്രൻസ് വഴിയാണ്. കീം എൻട്രൻസ് വഴി എഞ്ചിനീയറിംഗിലേക്ക് മാത്രമല്ല അഡ്മിഷൻ നടക്കുന്നത്. എഞ്ചിനീയറിംഗിലേക്ക് നടക്കുന്നുണ്ട്, ആർക്കിടെക്ചറിലേക്ക് നടക്കുന്നുണ്ട്, ഫാർമസിയിലേക്ക് നടക്കുന്നുണ്ട്, ഇതുപോലെ ഒട്ടനവധി കോഴ്സുകളിലേക്ക് കീം വഴി നടക്കുന്നുണ്ട്. പക്ഷേ എഞ്ചിനീയറിംഗിന് കീം എക്സാം നിർബന്ധമാണ്. കീമിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റ് എക്സാം എഴുതിയിരിക്കണം കീം വഴി എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ. ഫാർമസി മറ്റുള്ള കോഴ്സുകൾക്ക് അതിൽ ബയോളജി വരുന്നുണ്ട്, അങ്ങനെ വ്യത്യസ്ത സിലബസുകളാണ് വരുന്നത്. ഫാർമസി പോലുള്ള കോഴ്സുകൾക്ക് വേറെയാണ് വരുന്നത്. എഞ്ചിനീയറിംഗിന് PCM ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഇതിന് ടോട്ടൽ സ്കോർ വരുന്നത് 600-ലാണ്. അതായത് മാത്സിന് 75 ക്വസ്റ്റ്യൻസും, ഫിസിക്സിന് 40 ക്വസ്റ്റ്യൻസും, കെമിസ്ട്രിക്ക് 30 ക്വസ്റ്റ്യൻസും, അങ്ങനെ മൊത്തം 150 ക്വസ്റ്റ്യനുകളാണ് കീം എക്സാമിൽ സാധാരണയായി വരാറുള്ളത്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വീതമാണ് വരുന്നത്. അപ്പോൾ 150 ക്വസ്റ്റ്യന് 600 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. 600-ലാണ് കീമിൻ്റെ ടോട്ടൽ മാർക്ക് വരുന്നത്. 600-ൽ നമ്മൾ എത്ര സ്കോർ ചെയ്യുന്നോ എന്നാണ് നോക്കുന്നത്. അതുപോലെ കീമ് മാത്രം പോരാ, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോഴും കീമിൻ്റെ എക്സാം മാത്രം നോക്കിയിട്ടല്ല ഇടുന്നത്. +2-ലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എക്സാമിൽ നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടോ അതുകൂടെ നോക്കിയിട്ടാണ് കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അതായത് +1-ൻ്റെ മാർക്ക് നോക്കില്ല, +2-ൻ്റെ മാർക്ക് നോക്കിയിട്ടാണ് ഇടുന്നത്. ഈ +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 വിഷയമാണ് നോക്കുന്നത്. ഈ 3 വിഷയത്തിൻ്റെ മാർക്ക് കൂടി 600-ലേക്ക് മാറ്റിയിട്ട് ആ 600-നെ വീണ്ടും 300-ആക്കി കുറച്ചിട്ട് കീമിൽ കിട്ടിയിരിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എക്സാമിൽ കിട്ടിയിരിക്കുന്ന 600 മാർക്കിനെ വീണ്ടും 300-ആക്കി കുറച്ചിട്ട് ആ രണ്ടും കൂടി 600-ലേക്ക് ആക്കും. അതായത് +2-ൻ്റെ 300 ആക്കിയതും കീമിൻ്റെ 300 ആക്കിയതും കൂടെ ചേർത്തിട്ട് 600-ലാക്കും. എന്നിട്ട് കീമിൽ എത്ര സ്കോർ ചെയ്തിട്ടുണ്ടോ, +2-ന് എത്ര സ്കോർ ചെയ്തിട്ടുണ്ടോ ഇത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇതിൽ ഒരു 5000-നുള്ളിലെല്ലാം ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോളേജിൽ കിട്ടും. ഇപ്പോൾ കൂടുതലും കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, ഒരു 12 കോളേജുകളുണ്ട്. ഈ 12 കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ് കുട്ടികൾ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. പക്ഷേ അത് നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം KTയുടെ റിസൾട്ട് വന്നു. പിന്നെ ഒന്ന് പറയാൻ വിട്ടുപോയി, നമ്മുടെ കേരളത്തിൽ എഞ്ചിനീയറിംഗ് നടക്കുന്നതിൻ്റെ യൂണിവേഴ്സിറ്റി വരുന്നത് KTU ആണ്. APJ അബ്ദുൽ കലാം കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന KTU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് വരുന്നത്. ഈ KTUവിൻ്റെ ഫൈനൽ ഇയർ റിസൾട്ട് വന്നു. 2024 ടോട്ടൽ റിസൾട്ട് വന്നപ്പോൾ 52% സ്റ്റുഡൻസ് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. ബാക്കി 48% സ്റ്റുഡൻസും ഫെയിലായിട്ടാണുള്ളത്. അതും 60%, 62% സ്കോർ ചെയ്തിട്ടുള്ള കോളേജുകളുണ്ട്, 5% സ്കോർ ചെയ്തിട്ടുള്ള കോളേജുകളും ഉണ്ട്. അപ്പോൾ അതിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളതും കുട്ടികൾ പാസ്സായിട്ടുള്ളതുമായ കോളേജുകളാണ് കൂടുതലും പേര് നോക്കുന്നത്. അങ്ങനത്തെ കോളേജുകളിൽ ചേർന്നിട്ടേ കാര്യമുള്ളൂ. മറ്റുള്ള കോളേജിൽ ചേർന്ന് നമ്മൾ വെറുതെ എഞ്ചിനീയറിംഗ് പഠിച്ചു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നല്ലൊരു കമ്പനിയിലൊന്നും തുടക്ക സമയത്തൊന്നും ജോലി കിട്ടത്തില്ല. ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന കോളേജുകളിൽ ഒരു 12 കോളേജുകളുണ്ട്. ആ കോളേജിന്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ കോളേജുകളിൽ അത്യാവശ്യം നല്ല റിസൾട്ടും ഉണ്ട്, പ്ലേസ്മെന്റും ഉണ്ട്. അതുകൊണ്ടാണ് ആ കോളേജ് തേടി കുട്ടികൾ പോകുന്നത്. പിന്നെ അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് JEE ആണ്. JEE നമുക്ക് കേരളത്തിൽ അഡ്മിഷന് വേണ്ടി വലിയൊരു പ്രാധാന്യം JEEക്കില്ല. അതുപോലെ IIT, അതും കേരളത്തിലെ 1-2 സ്ഥാപനങ്ങളല്ലേ ഉള്ളൂ. അതിലേക്ക് മാത്രമാണ് IITയിലൂടെയും JEEയിലൂടെയും വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കീം എക്സാം തന്നെയാണ്. ഇനി ഇപ്പോൾ കുറച്ചായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 എക്സാം കഴിഞ്ഞ് +2 എക്സാമിൻ്റെ കൂടെ വെറുതെ ഒന്ന് പോയിട്ട് ഒന്ന് എഴുതും എൻട്രൻസ്. അത് കഴിഞ്ഞ് 1 വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തിട്ടാണ്
കീമോ വരെ കുട്ടികൾ എഴുതുന്നത്. നീറ്റും കീമോ ആയാലും ഏതായാലും കുട്ടികൾ എഴുതുന്നു. കൂടുതലും അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ഒരു വർഷം അങ്ങ് നഷ്ടപ്പെടുന്നതാണ്. ഇതിന് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +2 കൂടെ തന്നെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനം. കാരണം ഇനി എല്ലാം എൻട്രൻസ് വഴിയാണല്ലോ അഡ്മിഷൻസ് എല്ലാം നടക്കുന്നത്. വളരെ ചുരുക്കം കോഴ്സുകൾ മാത്രമേ എൻട്രൻസിൽ നിന്ന് അല്ലാതെ വരുന്നുള്ളൂ. ഇപ്പോൾ LBSലൊക്കെ വരുന്ന കുറച്ച് കോഴ്സുകൾ മാത്രമേ എൻട്രൻസ് വഴി അല്ലാതെ വരുന്നുള്ളൂ. ബാക്കി ഭൂരിഭാഗം കോഴ്സുകളും എൻട്രൻസിലൂടെ മാത്രം അഡ്മിഷൻ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് അങ്ങോട്ട് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള +2 പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ എൻട്രൻസിന്റെ ഏതെങ്കിലും ഒരു കോഴ്സിന് ഓൺലൈൻ കോഴ്സുകളൊക്കെ ഒത്തിരി കിട്ടാനുണ്ട്. അതായത് ശനി ഞായർ ക്ലാസ്സുകളൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് ഇതിന്റെ കൂടെ നമുക്ക് അതുകൂടെ പഠിക്കുമ്പോൾ മിക്കവാറും നമുക്ക് +2 ആ സമയത്ത് തന്നെ +2 എക്സാം കഴിഞ്ഞ് അതേ വർഷം തന്നെ നമുക്ക് എഞ്ചിനീയറിംഗിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോളേജിൽ അഡ്മിഷൻ നേടാൻ കഴിയും. കാരണം ഒരു 5000-ന് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കോളേജിൽ അഡ്മിഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അത് +2 കൂടെ തന്നെ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു ട്രെൻഡ് ആയതുകൊണ്ട് എല്ലാവരും അതിലേക്ക് മുതിരുന്നു. പക്ഷെ അതിൽ നമുക്ക് ഒരു വർഷം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആ വർഷം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഇനി കോഴ്സ് കഴിയുകയാണെങ്കിലും നമ്മൾ ആ അത്രയും വർഷം, അതായത് ആ വർഷത്തിൽ ഇറങ്ങിയിരിക്കുന്ന അത്രയും പേരുടെ പിന്നിലായി. അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ഈ സാലറി ആണെങ്കിലും കമ്പനികളുടെ വേക്കൻസികളാണെങ്കിലും ജോലിയിൽ കയറിയിട്ടുള്ള പ്രൊമോഷൻസ് ആണെങ്കിലും എല്ലാം ഇതിനെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കഴിവതും എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള +2 പഠനമാണ് നല്ലത്. എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല, എങ്കിലും പറ്റാവുന്ന മാക്സിമം കുട്ടികൾ അങ്ങനെ ചെയ്യുക. കാരണം ഈ ഓൺലൈൻ കോഴ്സുകൾ, ചെറിയ എമൗണ്ടിലൊക്കെ ഓൺലൈൻ കോഴ്സുകളുണ്ട്. നമ്മൾ റെഗുലർ പോയി പഠിക്കണമെന്നില്ല. കാരണം ഇപ്പോൾ +2 പഠിക്കുന്ന സമയത്തൊന്നും നമുക്ക് പോയി പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഓൺലൈൻ കോഴ്സുകളൊക്കെ ഉണ്ട്, നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും എന്താണ് കീം എക്സാം, ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. അതുപോലെ നമ്മൾ ഈ ഒരു കോളേജിലേക്ക്, ഇപ്പോൾ നമ്മൾ ഏത് കോളേജിലാണ് ചേരുന്നത് എന്നൊക്കെ ഏകദേശം ഒരു കാൽക്കുലേഷൻ നമുക്ക് മുന്നേ തന്നെ വേണം. അതിനനുസരിച്ച് ഒരു സ്കോർ നമ്മൾ എത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ആ കോളേജിൽ എത്ര സ്കോർ വരെയാണ് കഴിഞ്ഞ വർഷം പോയിട്ടുള്ളത്, ഇല്ല അതിന് മുമ്പത്തെ വർഷം എത്ര സ്കോർ വരെയുള്ളവർ കിട്ടിയിട്ടുണ്ട്, അതുപോലെ ആ കോളേജിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട്, അതുപോലെ പ്ലേസ്മെന്റ്സ് എങ്ങനെയുണ്ട്, പഠനം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. എന്നിട്ട് ഏതെങ്കിലും ഒരു കോളേജ് ലക്ഷ്യം വെച്ചിട്ട് 2-3 കോളേജ് മനസ്സിൽ വെച്ചിട്ട് അതിലേക്ക് എത്തിപ്പെടാവുന്ന ഒരു മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ JEEയും IIT ഒക്കെ പറ്റിയിട്ട്, അതുപോലെ ആ എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏതൊക്കെ കോളേജുകളാണ്, അതുപോലെ ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ വേറെ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. അതതിൻ്റെ കൂടെ നമ്മൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കീമിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ +2 പഠിക്കുന്ന എല്ലാ കുട്ടികളും എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് +2 വേണ്ട സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. കീമിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിട്ട് പഠിക്കുക. അതുപോലെ നമ്മൾ ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ടേക്കുക.